രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എഴുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് എഴുന്നേറ്റപ്പോൾ തൊട്ട് ഭയങ്കര ഒരു ക്ഷീണം നല്ല ഒരു പഴങ്കഞ്ഞി കുടിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട മീൻകറിയും ഇന്നലെ ഞാൻ നമ്മുടെ തലക്കറിയില്ല അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്, ഒരു മെഴുക്ക് വരട്ടിയുണ്ട്, പിന്നെ അച്ചാറും പഴങ്കഞ്ഞിക്ക് പിന്നെന്താ തൈര് യോഗട്ട് അത് വരുമ്പോൾ. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. ഇനി പഴങ്കഞ്ഞി സെറ്റാക്കുമ്പോൾ കാണാം കേട്ടോ. നമ്മുടെ തലക്കറി എവിടെ ഇരിപ്പുണ്ട്. ഈ ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് കഞ്ഞിയിട്ട് മിക്സ് ചെയ്യാം. ഫിഷ് ഫ്രൈ എവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അങ്ങനെ തലേദിവസത്തെ മീൻകറിയിലോട്ട് തലേദിവസത്തെ കഞ്ഞിയും യോഗട്ടും മെഴുക്കുവരട്ടിയും ഫിഷ് ഫ്രൈയും അച്ചാറും ഒക്കെ വെച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിച്ചാലോ. ഇനി ബാക്കി കഴിച്ച് നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു പഴങ്കഞ്ഞി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. കുറച്ച് മെഴുക്ക് പുരട്ടിയും കുറച്ച് യോഗട്ടും കുറച്ച് തൈരും അച്ചാറും ഒക്കെ കൂട്ടിക്കുഴച്ച് ഒരു പിടിയുണ്ട്. എൻ്റെ പൊന്നേ, ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയത് മെഴുക്ക് വരട്ടിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കുറച്ച് എരിവിനോട് താല്പര്യമുള്ളതുകൊണ്ട് കുറച്ച് എരിവ് കൂടി നിന്നത് എനിക്ക് തോന്നിയത് ഇതാണ്, നമ്മുടെ മെഴുക്ക് വരട്ടിയാണ്. നാട്ടിലെ അത്രയും ടേസ്റ്റൊന്നും ഒത്തില്ലെങ്കിലും ഒപ്പിക്കാൻ പറ്റിയൊരു പഴങ്കഞ്ഞിയായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ നല്ല എരിവ് വേണം. ആ എരിവ് കിട്ടാൻ വേണ്ടി ഒരു പച്ചമുളകും പിടിച്ച് കടിച്ചു. പച്ചമുളക് കടിച്ചാലും ആ ഒരു സ്പൈസി അത്രയും അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.